ഇപ്പോൾ നമ്മൾ പറഞ്ഞ വിഷയങ്ങളൊക്കെ തന്നെ ഈ ദേശീയ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നതാണ്. അതെങ്ങനെ നമ്മുടെ സംസ്ഥാനത്തെ വിഷയങ്ങളിൽ വരുന്നു? അല്ല, ദേശീയ രാഷ്ട്രീയത്തിൽ ഇത് വളരെ പ്രസക്തമാണ്. അതിപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാകാനായിട്ട് എനിക്ക് തോന്നുന്നു ദേശീയ രാഷ്ട്രീയം വളരെ നല്ല ഉദാഹരണമാണ്. ഇപ്പോൾ 1999 BJP ആദ്യമായിട്ട് അധികാരത്തിൽ വരുന്നത്, വാജ്പേയിയുടെ ഗവൺമെൻറ് വരുന്നത് അല്ലേ. അപ്പോൾ അവർ മറ്റേ പഴയ ബാബറി മസ്ജിദിൻ്റെ ഒരു തുടർച്ച, LK അദ്വാനിയുടെ ഒക്കെ നേതൃത്വം നടത്തിയ ക്യാമ്പയിനൊക്കെ മതപരമായ വർഗീയത ക്യാമ്പയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ്. ഒപ്പം തന്നെ രാഷ്ട്രീയ അസ്ഥിരതയും കൂടി അന്നത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിരുന്നു. അപ്പോൾ ശക്തമായ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് BJPക്ക് കഴിയുള്ളൂ. കൂടെ മതവികാരം കൂടെ ചേർത്തിട്ടാണ് 99 വാജ്പേയി ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത്. പക്ഷേ 2004 ആയപ്പോഴത്തേക്ക്, കാരണം വാജ്പേയി ഗവൺമെൻറ് നേരിട്ടത് ഒറ്റയ്ക്കല്ല, അവർ മുന്നണിയായിട്ടാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ നഗ്നമായ വർഗീയ പരിപാടികൾ നടപ്പിലാക്കുന്നതിന് പ്രഖ്യാപിക്കുന്നതിന് അവർക്കൊരു തടസ്സമുണ്ടായിരുന്നു. പക്ഷേ BJP അധികാരത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് വൻകിട കമ്പനികളൊക്കെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. കോൺഗ്രസ് ഗവൺമെൻറ് തുടങ്ങി വെച്ച നിയോ ലിബറൽ നയങ്ങൾ, ആ നയങ്ങൾ കുറച്ചുകൂടെ തീക്ഷ്ണമായിട്ട് നടപ്പിലാക്കി. അപ്പോൾ മൊത്തം ഇന്ത്യ തിളങ്ങുന്നു, ഇന്ത്യ അതിവേഗം വളരുന്നു, ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് സാമ്പത്തിക നയങ്ങളിലൂന്നിയ ഒരു ക്യാമ്പയിൻ അവർ ആരംഭിച്ചു. അവരവരുടെ വർഗീയത അജണ്ടയുടെക്കാൾ മീതെ വികസനത്തിൻ്റെ അജണ്ട മുമ്പോട്ട് വെച്ചു. പക്ഷേ അതിന് ഇടതുപക്ഷം കോൺഗ്രസും നല്ല മറുചോദ്യം ചോദിച്ചു, ആരുടെ ഇന്ത്യയാണ് തിളങ്ങുന്നത് എന്നുള്ള ചോദ്യം ചോദിച്ചു. കോൺഗ്രസ് ആണെങ്കിൽ നിയോ ലിബറൽ നയങ്ങൾക്ക് അവർ കൊണ്ടുവന്നതാണ്. പക്ഷേ അവരെന്ത് ചെയ്യുന്നു, ഇൻക്ലൂഷൻ എന്ന് പറയുന്ന ഒരാശയം കൂടെ അവതരിപ്പിച്ചു. അപ്പോൾ ആ ഇലക്ഷനിൽ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളാണ് ചർച്ചയായത്. BJP തോറ്റു, വലിയ പരാജയം നേരിടേണ്ടി വന്നു. മാത്രമല്ല ഏറ്റവും നേട്ടം ഉണ്ടാക്കിയത് ഇടതുപക്ഷമാണ്. അതാണ് നമ്മൾ കാണുന്നത്. ഇടതുപക്ഷത്തിൻ്റെ ഒരു റെക്കോർഡ് അംഗബലം ഉണ്ടായത് ഈ 2004 ഇലക്ഷനാണ്. അത് കഴിഞ്ഞ് 2009 ഇലക്ഷനിൽ അല്ല 2004 ഇലക്ഷൻ, 99 കഴിഞ്ഞിട്ട് 2004 കഴിഞ്ഞിട്ട് UPA ഗവൺമെൻറ്റിൽ മറ്റേ ഇവർ CPM പിൻവാങ്ങിയതിന് തുടർന്നിട്ട് പിന്നെ അടുത്ത ഇലക്ഷനിൽ അപ്പം UPA ഗവൺമെൻറ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഒരു അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഉണ്ടായ ഗവൺമെൻറ്റിൽ ഏറ്റവും നല്ല ഗവൺമെൻറ് ആയിരുന്നു 2004 UPA ഗവൺമെൻറ്. ഒത്തിരി കാര്യങ്ങൾ അതിൽ തൊഴിലുറപ്പ് ഇപ്പം മാറ്റിക്കൊണ്ടിരുന്ന നിയമം, തൊഴിലുറപ്പ് നിയമം, ഫോറസ്റ്റ് സംരക്ഷണ നിയമം, വിവരാവകാശ നിയമം, ഇങ്ങനെ കുറേ വളരെ പ്രോഗ്രസീവായിട്ടുള്ള പല ഇതുണ്ടായി. നിയോ ലിബറൽ നയങ്ങൾ ചിലതുണ്ടായിരുന്നു, എങ്കിൽ കൂടി അതിനൊരു വേഗത കുറച്ചിരുന്നു. പക്ഷേ ആ നേട്ടങ്ങൾ അടുത്ത ഇലക്ഷനിൽ ഇടതുപക്ഷം മാറി നിന്നോട് കൂടിയിട്ട് അവർ ആണവ കരാറിൻ്റെ പേരിൽ ഇടതുപക്ഷം കോൺഗ്രസിൻ്റെ പിന്തുണ പിൻവലിച്ചതോട് കൂടിയിട്ട് ഇതിൻ്റെ നേട്ടം മുഴുവനും കോൺഗ്രസ് ആയിട്ടുണ്ട്. ആ ഇലക്ഷനിൽ ക്യാമ്പയിൻ ചെയ്തത് അത് തന്നെയാണ് വിഷയം. അവർ CPM ഇടതുപക്ഷമാണെങ്കിൽ ആണവ കരാർ പോലുള്ള വിഷയങ്ങളാണ്. മറ്റവർക്ക് ഇതിനോട് പ്രതികരിക്കുക മാത്രമായിരുന്നു. 2009 ഇലക്ഷനിലും UPA നേടി. പക്ഷെ 2014 ആയപ്പോഴത്തേക്ക് BJPക്ക് അവരുടെ സാധ്യതകൾ മനസ്സിലാക്കി. വർഗീയത തന്നെയാണ് ഏറ്റവും പ്രചരണത്തിന് വേണ്ടെന്നുള്ളത്. അതും ഒപ്പം തന്നെ കോൺഗ്രസിലെ അഴിമതിയും കൂടെ പ്രധാനപ്പെട്ട വിഷയമാക്കി 2014 അവർ അധികാരത്തിലെത്തി. അപ്പോൾ നമ്മൾ വിചാരിച്ചത് ഇന്ത്യയിൽ മുഴുവനും BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമുണ്ട് എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് 2015 ഡൽഹി ഇലക്ഷൻ തൊട്ട് 2014 ഇലക്ഷനിൽ ഡൽഹി ഇലക്ഷനിൽ BJPയാണ് ജയിച്ചത്. പക്ഷെ 2014 AAP എന്ത് ചെയ്തത്, ആം ആദ്മി പാർട്ടി എന്ത് ചെയ്ത്, അവർ വൈദ്യുതി, കുടിവെള്ളം, അടിസ്ഥാന വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ടൊരു ക്യാമ്പയിൻ നടത്തി. മറ്റു കോൺഗ്രസും ഇടതുപക്ഷ കക്ഷികളൊക്കെ വേറെ മറ്റേ ഇതാണ്. അത് ക്ലിക്ക് ചെയ്തു. AAP വലിയ തോതിലുള്ള വിജയം നേടി. വീണ്ടും 2019 BJP ഗവൺമെൻറ് ജയിച്ചതിന് ശേഷം വീണ്ടും 2020 വീണ്ടും AAP ഇതേ തന്ത്രം തന്നെ അവർ ആവിഷ്കരിച്ചു. അപ്പോഴും അവർ ജയിച്ചു. ആ ഇലക്ഷന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ടായിരുന്നു. അതിന് തൊട്ട് മുമ്പ് UPയിലാണോ ബീഹാറിലാണോ എന്ന് ഞാൻ അറിയുന്നില്ല, CAA ബന്ധപ്പെട്ടുള്ള ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കെജ്രിവാളിനോടും പലരും ചോദിച്ചു എന്തുകൊണ്ട് CAA ക്യാമ്പയിൻ ആക്കുന്നില്ല എന്നുള്ളത്. പക്ഷേ
CAA ക്യാമ്പയിൻ ആക്കി എടുത്ത് BJP ആണ് നേട്ടമുണ്ടാക്കിയത്. കാരണം മതപരമായിട്ടുള്ള വിഷയമാണ്. അതെ അതെ ആ പോളറൈസേഷൻ വന്ന് അടിസ്ഥാന വിഷയങ്ങളിൽ വരുമ്പോൾ അടിസ്ഥാന വിഷയങ്ങൾ വന്നപ്പോഴത്തേക്ക് തിരിച്ചു വരുന്നു. അതെ അപ്പോൾ ഇത് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. എപ്പോഴൊക്കെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ മുഖ്യ അജണ്ടയായിട്ട് വരുന്നു, അതിന് കീഴ്പ്പെട്ടുകൊണ്ട് മറ്റു നിലപാടുകളാവാം. അതെ അപ്പോൾ BJPക്കും മതസംഘടനകൾക്കും സ്വാധീനം കുറയുന്നു. അപ്പോൾ ആ ഒരു തിരിച്ചറിവാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകേണ്ടത്. അത് നമ്മുടെ സംസ്ഥാനത്തും ഇതാണ്. ഇപ്പം നമ്മൾ സംസ്ഥാന ഇലക്ഷനിലുള്ള ഇതെന്നുണ്ടെങ്കിൽ ഇവിടെ മതപരമായ വിഷയങ്ങളെക്കാൾ കൂടുതൽ നിയമസഭയിൽ ചർച്ചകളിൽ സംസ്ഥാന ഗവൺമെൻറ് നയങ്ങളും അതുപോലെ തന്നെ സംസ്ഥാന രാഷ്ട്രീയമാണ്. അതിനകത്ത് മതം അത്ര തന്നെ വരുന്നില്ല. പക്ഷെ പാർലമെന്റ് ഇലക്ഷനിൽ മെയിൻ ക്യാമ്പയിൻ എന്ന് പറയുന്നത് മതപരമായ വിഷയങ്ങളാണ്. സംസ്ഥാന സർക്കാരും വലിയ തോതിൽ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തവണയും തെരഞ്ഞെടുപ്പ് നേരിട്ടത്. അതെ, തദ്ദേശ തെരഞ്ഞെടുപ്പിന്. ശരിയാണ്. ഇത്തവണത്തെ ഇലക്ഷനിൽ ഇതൊക്കെ പറയുന്നതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിലും അതെ, പാർലമെന്റ് ഇലക്ഷനിലും ആണെങ്കിലും അതെ, വികസന അജണ്ടയും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇടതുപക്ഷത്തിൻ്റെ വികസന അജണ്ട എന്ന് പറയുന്നത് അല്പം വ്യത്യസ്തമാണെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ഈ ഇതിൽ വികസനത്തെ പറ്റിയിട്ട് പ്രധാനമായിട്ടും ക്യാമ്പയിൻ നടത്തിയിട്ടുള്ളത് നാഷണൽ ഹൈവേ, മറ്റേ ഗെയിൽ പൈപ്പ് ലൈന്, ഇതുപോലുള്ള വിഴിഞ്ഞം പോർട്ട്, ഇത്തരത്തിലുള്ള മെഗാ പ്രോജക്റ്റുകളെയാണ് മുമ്പിൽ കൊണ്ടുവന്നത്. വാസ്തവത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് പല പ്രവർത്തനങ്ങളും അടിസ്ഥാനപരമായിട്ട് ചെയ്തിട്ടുണ്ട്. വിദ്യാഭ്യാസവും ആരോഗ്യം, മാലിന്യ സംസ്കരണം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നടപടിയായിരുന്നു, അതിനുള്ള പദ്ധതികളൊക്കെ. പക്ഷെ അതൊന്നും അല്ല പ്രധാനപ്പെട്ട നേതാക്കൾ ഹൈലൈറ്റ് ചെയ്തത് ഈ വികസന മെഗാ പ്രോജക്റ്റുകളാണ്. കഴിഞ്ഞ ഗവൺമെൻറ് കാര്യത്തിലുള്ള വ്യത്യാസം എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഗവൺമെൻറ് കൂടുതലും ഊന്നിയിട്ടുള്ളത് അത് ആ ബജറ്റ് പ്രസംഗങ്ങളിലടക്കം ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നു. അപ്പോൾ അവിടെ ഹെൽത്തും എഡ്യൂക്കേഷൻ, ഇപ്പോൾ രവീന്ദ്രനാഥിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ടീച്ചർ മന്ത്രി ആരോഗ്യരംഗത്തെ ആർദ്രം പദ്ധതി, ഇതൊക്കെ പൊതു സമൂഹത്തിൽ ചർച്ചയായിരുന്നു. അതിന് അനുകൂലമായ ചില സംഭവവികാസങ്ങളും ഉണ്ടായി. അതുകൊണ്ട് ജനങ്ങൾ സാധാരണക്കാരൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ഗവൺമെൻറ്റാണ് എന്നുള്ള ഒരു ബോധ്യം അതൊന്നോടെ ഒന്ന് അരക്കിട്ടുറപ്പിച്ചു. പക്ഷേ ഇത്തവണത്തെ ഗവൺമെൻറ് പ്രധാനമായിട്ടും തുടങ്ങിയത് തന്നെ അല്പം പാളിയെന്ന് എനിക്ക് തോന്നുന്നു. സിൽവർ ലൈൻ പദ്ധതിക്ക് അവർക്ക് ആയിട്ടൊരു ന്യായീകരണമുണ്ട്. കേരളം ഇനി വികസിക്കണമെന്നുണ്ടെങ്കിൽ വൻകിട പദ്ധതികൾ വേണം, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, അതിന് സ്വകാര്യ മൂലധനത്തെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ടൂറിസം പോലുള്ള മേഖലകൾ വികസിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് വൻകിട പദ്ധതികൾ, അങ്ങനെയാണ് ഈ സിൽവർ ലൈൻ എന്നുള്ള ഇത് വേണ്ടത്. പക്ഷെ അതിൻ്റെ ഒരു സ്വഭാവം, അതിൻ്റെ യാത്രാ നിരക്ക്, അതിൻ്റെ ഇത് ഒക്കെ തന്നെ മൂലത്തട്ടിലുള്ളവർക്ക് ഗുണകരമാണ്, അവർക്കാണ്. മറ്റുള്ളവർക്ക് നിത്യേന ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ്. അപ്പം അത് തന്നെ ഒരു പൊതുവിൽ ഇടതുപക്ഷ ഗവൺമെന്റിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നായിട്ട് തോന്നുന്നു. അത് മാത്രമാണ് പ്രൊജക്ട് ചെയ്തത്. അതാണ് പ്രൊജക്ട് ചെയ്തത്. അത് സാധാരണക്കാരെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. സാധാരണക്കാർക്ക് വലിയൊരു ആവശ്യം നമ്മൾ സംസാരിച്ചറിയാം. അത് നമ്മൾക്ക് ബാധിക്കുന്ന ഇതല്ല.